സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഹോർമൂസ് വീണ്ടും അടച്ചുപൂട്ടി ഇറാന്റെ പ്രതികാരം. ഒപ്പം ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിൽ വീണ്ടും നാശം വിതയ്ക്കുകയും ചെയ്തു ഇറാൻ. കൂടാതെ ഹോർമൂസ് കടക്കാൻ നോക്കിയ 2 കപ്പലുകൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. ട്രംപ് വീണ്ടും അടി ചോദിച്ചു വാങ്ങിയെന്ന് പറയാം. അപ്പോഴും ഇറാനിൽ നിന്ന് എണ്ണ കടത്തി എന്നതടക്കമുള്ള പെരും നുണകളും ട്രംപ് പടച്ചുവിടുന്നുണ്ട്. ഇറാനെ സമാധാന കരാറിലേക്ക് എത്തിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നാണ് ട്രംപിന്റെ ന്യായീകരണം. പക്ഷേ ഇറാൻ അവരുടെ പ്രതിരോധ തത്വശാസ്ത്രം അനുസരിച്ച് കൂടുതൽ അക്രമകാരിയായി മാറുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അമേരിക്ക ഇപ്പോഴും ജയിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് ട്രംപ്, നെതന്യാഹു അന്ധഭക്തർ മാത്രമാണ്. അവരെന്തായാലും എൻ്റെ വീഡിയോകൾക്ക് താഴെ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ അറിയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമേരിക്കയുടെ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. അത് ഇറാൻ നടത്തിയതാണെന്ന് അന്ധഭക്തർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നാവികർ കൊല്ലപ്പെട്ടത് അമേരിക്കയുടെ വ്യോമാക്രമണത്തിലാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഇതുവരെ ഇന്ത്യൻ നാവികർ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. എന്നാൽ 6 ഇന്ത്യൻ നാവികർ അമേരിക്കൻ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നതും വിദ്വേഷം കൊണ്ട് അന്ധരായ ഭക്തർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒപ്പം കൂടുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കാൻ കാരണം വ്യാപകമായ ഡീഗ്രേഡ് പരിപാടി നടക്കുന്നത് കൊണ്ടാണ്. മാക്സിമം ഇൻഡെപ്ത് വിശകലനമാണ് എല്ലാ വീഡിയോകളിലും ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാറുള്ളത്. അപ്പോൾ പിന്തുണയ്ക്കുക. നമുക്ക് പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങളെ വിശദമായി പരിശോധിക്കാം. ആദ്യം ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ സൈനിക വിശദാംശങ്ങളിലേക്ക് പോകാം. അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ തുടർച്ചയായ 2ാം ദിവസവും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ അസറ്റുകളെ ലക്ഷ്യമിടുകയായിരുന്നു. വ്യാപകമായ നാശനഷ്ടം വരുത്താൻ കഴിഞ്ഞുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ 18 തന്ത്രപ്രധാന സൈനിക അസറ്റുകളെയാണ് ഇറാൻ വീണ്ടും ആക്രമിച്ചത് ലക്ഷ്യമിട്ടത്. ഇറാന്റെ ആക്രമണം പേടിച്ച് ജോർദാനിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ജോർദാനിലെ അൽ അസ്രഖ് വ്യോമത്താവളത്തിലേക്ക് ഇറാൻ 12 ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തത്. ഇറാനെതിരെ ആക്രമണം നടത്താൻ തയ്യാറാക്കി നിർത്തിയിരുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. താവളത്തിൽ ഉണ്ടായിരുന്ന F-15, F-16, F-35 ഇനത്തിൽപ്പെട്ട നിരവധി യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ തകർത്തതായും IRGC അറിയിക്കുന്നു. ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പട ആസ്ഥാനമാണ് വീണ്ടും ഇറാൻ ആക്രമിച്ചത്. പ്രധാന ആശയവിനിമയ സംവിധാനങ്ങൾ, അത്യാധുനിക റഡാറുകൾ, അവിടെ വിന്യസിച്ചിരുന്ന പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വിജയകരമായി തകർത്തുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പുറമെ ഷെയ്ഖ് ഈസ വ്യോമത്താവളത്തിലും കനത്ത നാശനഷ്ടം വരുത്തിയതായി ഇറാൻ അറിയിക്കുന്നു. കുവൈറ്റിൽ 2 ലക്ഷ്യങ്ങളിലേക്കായിരുന്നു ഇറാന്റെ 2ാമത്തെ ദിവസത്തെ മിസൈൽ ഡ്രോൺ ആക്രമണം. അലി അൽ സലേം വ്യോമത്താവളം, പിന്നെ അഹമ്മദ് അൽ ജാബർ താവളം. ഇവിടങ്ങളിലെ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളും പ്രധാന റഡാറുകളും തങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചതായി ഇറാൻ അറിയിക്കുന്നു. കുവൈറ്റിലെ വ്യോമപാത അടയ്ക്കേണ്ട സ്ഥിതിയും വന്നു. പിന്നീട് അത് തുറന്നിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇറാന്റെ ഈ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം നടന്നത്. പതിവ് പോലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡും ഈ രാജ്യങ്ങളും പറയുന്നത്, ഇറാൻ പറയുന്നതെല്ലാം തെറ്റാണ്. എല്ലാ മിസൈലുകളെയും തങ്ങൾ തകർത്തുവെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവിടെ ഒരു കാര്യം വിശദീകരിക്കട്ടെ. അതായത് അമേരിക്കൻ താവളങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടം മാത്രം ഇത്രയും വലുതാക്കി കാണിക്കുന്നത് എന്തിനാണ് എന്നാണ് ചിലരുടെ കമൻറ്റ് ബോക്സിലെ ചോദ്യം. അതിന് കാരണം അമേരിക്കയുടെ കോടികൾ വിലയുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇറാന്റെ ചെറിയ പൈസ മാത്രം വിലയുള്ള സ്വന്തമാക്കി ഉണ്ടാക്കിയ ഡ്രോണുകളും മിസൈലുകളും തകർക്കുന്നത്. അതായത് നഷ്ടം അമേരിക്കയ്ക്കാണ്, അത് കോടികളുടെ നഷ്ടമാണ്. അമേരിക്ക അത് മറച്ചു വെച്ചിട്ടും പിന്നീട് അത് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ കാര്യമാണെങ്കിൽ അവർക്ക് നാശം ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതെല്ലാം വളരെ വേഗം അവർ ശരിയാക്കി എടുത്ത് വീണ്ടും അത് മിസൈൽ ശക്തി കൈവരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിസൈൽ ശക്തിയിലേക്ക് അവർ തിരിച്ചു വരുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ മിസൈൽ ശക്തി ഞങ്ങൾ പൂർണ്ണമായും തകർത്തുവെന്ന്. പക്ഷേ എന്നിട്ടും ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു, അത് ഓർക്കണം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്കെതിരായ ഇറാന്റെ തിരിച്ചടിയും അവരുടെ കനത്ത ചെറുത്തുനിൽപ്പും എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്, വാർത്താ പ്രാധാന്യമുള്ളതാണ്. ഇറാനിലെ പ്രധാന നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, മിനാബ്, കാരജ്, വരാമിൻ എന്നിവിടങ്ങളിലാണ് അമേരിക്ക 2ാം ദിവസം ആക്രമണം നടത്തിയത്. ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതമാക്കാനാണ് ഈ ആക്രമണമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പ്രതികരിച്ചത്. ആവശ്യമെങ്കിൽ ബോംബുകൾ കൊണ്ട് ഞങ്ങൾ ചർച്ച നടത്തുമെന്നാണ് അയാൾ പറയുന്നത്. ബോംബുകൾ കൊണ്ട് എങ്ങനെ ചർച്ച നടത്തുമെന്ന് അറിയത്തില്ല. അതായത് സമ്മർദ്ദം കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്.
ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ ഒരു ശ്രദ്ധേയമായ പ്രതികരണം ഇതിന് പിന്നാലെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജനങ്ങളുടെ ജീവനാഡിയായ വൈദ്യുതി, ജലം, ഗതാഗത സംവിധാനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുമെന്ന അമേരിക്കയുടെ ഭീഷണി ശക്തിയുടെ പ്രകടനമല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഭയന്നുപോയവരുടെ നിരാശയാണ് എന്നാണ് പെഷഷ്കിയാൻ പറയുന്നത്. എന്തായാലും നാണക്കേട് മറയ്ക്കാൻ ട്രംപ് ആണെങ്കിൽ പെരും നുണകൾ തട്ടിവിടുകയാണ്. ഏറ്റവും ഒടുവിലത്തെ നുണ ഇങ്ങനെയാണ്: ഇറാനിൽ നിന്ന് രഹസ്യമായി ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കടത്തി എന്നുള്ളതാണ് ട്രംപിന്റെ പുതിയ നുണ, അല്ലെങ്കിൽ വീരവാദം എന്ന് പറയാം. രാത്രിയിൽ ലൈറ്റുകൾ പൂർണ്ണമായും അണച്ച് 22 കപ്പലുകൾ ഉപയോഗിച്ചാണ് എണ്ണ കടത്തിയതെന്നാണ് ട്രംപ് പറയുന്നത്. തങ്ങൾ രഹസ്യമായി ഇങ്ങനെ കടത്തിയ എണ്ണ വിപണിയിൽ എത്തിച്ചത് കൊണ്ട് മാത്രമാണ് വിപണിയിൽ എണ്ണ വില $85 മുതൽ അല്ലെങ്കിൽ $90 നിരക്കിൽ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നത് എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ അമേരിക്കൻ ഇന്ധന മന്ത്രി കീസ് റൈറ്റ് ഇതിനെ പരോക്ഷമായി, ട്രംപിന്റെ ഈ വീരവാദത്തെ പരോക്ഷമായി തള്ളിക്കളയുന്നുണ്ട്. ട്രംപ് വളരെ സാധാരണയായി സംസാരിച്ചതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. അതായത് ഒരു തമാശയ്ക്ക് പറഞ്ഞതാകാം എന്നുള്ളതാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. ട്രംപ് ആകാശക്കോട്ട കെട്ടുകയാണ് എന്നാണ് ഇറാന്റെ പ്രതികരണം. സ്വന്തം മന്ത്രിയോട് പറഞ്ഞിട്ടെങ്കിലും ട്രംപ് ഈ നുണ പറയണമായിരുന്നു എന്നും ഇറാൻ പരിഹസിച്ചു. ഉപഗ്രഹ സംവിധാനങ്ങളും ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളുമുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇത്തരമൊരു സിനിമാറ്റിക് ഓപ്പറേഷൻ സാധ്യമല്ല എന്നാണ് ഇറാനും അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നത്. ഒരു ചെറിയ ബോട്ട് വന്നാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന നിരീക്ഷണ സംവിധാനങ്ങൾ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉണ്ടെന്ന കാര്യം പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. അതായത് ട്രംപിന്റെ നുണ അങ്ങനെ വീണ്ടും പൊളിയുകയാണ്. ആഗോള എണ്ണവില പിടിച്ചു നിർത്താനാണ് ട്രംപ് ഈ വീരവാദം മുഴക്കുന്നത് എന്നാണ് സാമ്പത്തിക രംഗത്തെ ആളുകളുടെ അഭിപ്രായം. ഇത്തരം നയതന്ത്ര പുകമറ അമേരിക്കയെ അപകടത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്നാണ് നയതന്ത്ര വിദഗ്ധരും പറയുന്നത്. എന്തായാലും ഇറാൻ അമേരിക്ക സംഘർഷം പുതിയ യുദ്ധമുഖങ്ങൾ തുറന്ന് അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതിൻ്റെ ആഘാതം ലോകമാകെ അലയടിക്കുന്നുണ്ട്. അല്ലാതെ ഈ അന്ധഭക്തർ വിചാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇറാനെയും അറബ് രാജ്യങ്ങളെയും മാത്രമല്ല ബാധിക്കുന്നത് എന്നർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായി അടച്ചു എന്നുള്ളതാണ്. അതാണ് ഇറാന്റെ ഏറ്റവും വലിയ തിരിച്ചടി, അല്ലെങ്കിൽ സൈനിക തിരിച്ചടിക്ക് മുകളിലുള്ള ശക്തമായ മറുപടി. അതായത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഒരു കപ്പലും കടത്തിവിടില്ല എന്നാണ് ഇറാൻ വിപ്ലവ സേന അറിയിക്കുന്നത്. ഇറാന്റെ അനുമതിയോടെ കുറച്ച് എണ്ണക്കപ്പലുകൾ ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സംഘർഷത്തിനിടയിലെല്ലാം. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില അധികം ഉയരാതെ നിന്നത്. അല്ലാതെ ട്രംപ് പറഞ്ഞതുപോലെ ട്രംപ് എണ്ണ കടത്തിയത് കൊണ്ടല്ല. എന്തായാലും ഇറാൻ ഹോർമൂസ് പൂട്ടിയതോടെ ഇന്ധനവില വലിയ തോതിൽ കൂടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ഒമാൻ കടലിടുക്കിൽ വെച്ച് അമേരിക്ക എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയതും 3 ഇന്ത്യക്കാർ മരിച്ചതും ക്രൂഡ് ഓയിൽ വില കുത്തനെ കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഒപ്പം ഹോർമൂസ് അടച്ചതിന് ശേഷം ഇറാൻ വാണിജ്യ എണ്ണക്കപ്പലുകൾക്ക് നേരെ വെടിവെച്ചതും മറ്റൊരു കാരണമാണ്. ആകെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നതാണ് അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പലാവു രാജ്യത്തിൻ്റെ പതാകയുള്ള വാണിജ്യ എണ്ണക്കപ്പലായ MT സെറ്റബെല്ലോയ്ക്ക് നേരെയാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഉപരോധം ലംഘിച്ചു എന്ന പേരിലായിരുന്നു ഈ മിസൈൽ ആക്രമണം. ഈ കപ്പലിൽ 24 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ചീഫ് എഞ്ചിനീയറായ പട്നാല സുരേഷിനും എഞ്ചിൻ ഫിറ്റർ ശിവാനന്ദ് ചൗരസ്യയ്ക്കും ഡക്ക് കേഡറ്റായ ആദിത്യ ശർമ്മയ്ക്കുമാണ് ജീവൻ നഷ്ടമായത്. ഒമാൻ തീരത്ത് നിന്ന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കപ്പൽ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താത്തത് കൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ വിശദീകരണം. അതായത് അമേരിക്കൻ സൈന്യം വെച്ചിരിക്കുന്ന ഉപരോധം മറികടക്കാൻ കപ്പൽ ശ്രമിച്ചു, അപ്പോൾ വെടിവെച്ചു എന്നുള്ളതാണ് അമേരിക്കൻ സൈന്യം വിശദീകരിക്കുന്നത്. എഞ്ചിൻ റൂം ലക്ഷ്യമാക്കിയായിരുന്നു അമേരിക്കയുടെ ആക്രമണം. അതായത് കൊല്ലുക, എഞ്ചിൻ റൂമിലുള്ളവരെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തിയത്. പലതരത്തിൽ കപ്പലിനെ ആക്രമണം നടത്താം എന്നാണ് പ്രതിരോധ രംഗത്തെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതായത് കപ്പലിന് നേരെ വെടിവെച്ചോ, അല്ലെങ്കിൽ വേറെ ആളപായമുണ്ടാക്കാത്ത രീതിയിൽ വെച്ചോ ഒക്കെ ഒരു അപകട മുന്നറിയിപ്പ് കൊടുക്കാം. അതിനുശേഷം മാത്രമാണ് എഞ്ചിൻ റൂമിലേക്ക് ആക്രമണം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോഴും ആൾനാശം ഉണ്ടാകാതെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് അമേരിക്ക ഇത്തരം ആൾനാശം വരുത്തുന്ന രീതിയിൽ എഞ്ചിൻ റൂമിലേക്ക് തന്നെ കൃത്യമായി ആക്രമണം നടത്തിയത്. എന്തായാലും സംഭവത്തിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അമേരിക്കൻ എംബസിയുടെ ഡെപ്യൂട്ടി ചീഫിനെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ട്രംപ് ആരാധകരും അന്ധഭക്തരും അറിഞ്ഞോ എന്തോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇതെല്ലാം കൊണ്ട് അന്താരാഷ്ട്ര എണ്ണവിലയുടെ പ്രധാന മാനദണ്ഡമായ ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം
$2.30 കൂടി ബാരലിന് $95.40 എത്തിയിട്ടുണ്ട്. ട്രേഡിങ്ങിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത് $96.36 വരെ ആയി ഉയർന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു സൂചന നൽകുന്നുണ്ട്. ട്രംപിൻ്റെ അമേരിക്കയ്ക്കും പണി കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില $2.60 കൂടി ബാരലിന് $92.63 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നാട്ടിൽ ഇന്ധനവില ഓരോ ദിവസവും കൂടുന്ന സാഹചര്യമാണുള്ളത്. ഗ്യാസ് വില കൂടുന്നുണ്ട്. ട്രംപിൻ്റെ പുതിയ ഈ മണ്ടത്തരം കാരണം, അതായത് ഇറാനെ വീണ്ടും ആക്രമിച്ച് ഇങ്ങനെ പല പേരിൽ ആക്രമിക്കുന്ന ഈ മണ്ടത്തരം കാരണം ഇന്ധനവില ഇനിയും കൂടും. മാത്രമല്ല ഇന്ധനക്ഷാമം തന്നെ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കരുതൽ ഇന്ധനശേഖരം പല രാജ്യങ്ങൾക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും കരുതൽ ഇന്ധനശേഖരം കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശക്തമായി പ്രഹരിച്ചാൽ ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങുമെന്ന് ട്രംപ് ഭരണകൂടത്തിൻ്റെ കണക്കുകൂട്ടലുകളെ ഇറാൻ്റെ അക്രമാസക്തമായ നിലപാട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ട്രംപിനെ വീണ്ടും വീണ്ടും കുഴപ്പത്തിലാക്കുന്നത്. അതായത് ട്രംപിൻ്റെ പതിവ് സമ്മർദ്ദ സ്ട്രാറ്റജി ഇറാന് മുന്നിൽ വീണ്ടും വീണ്ടും തോറ്റമ്പുകയാണ്. ആക്രമണം നിർത്താൻ ഇറാൻ നേതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടെന്ന് ട്രംപ് പറയുന്നതും ഈ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. ഈ നുണ പറയുന്നതും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. നുണകളുടെ സ്ട്രാറ്റജിയാണ് വീണ്ടും ട്രംപ് പയറ്റിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇറാൻ അതിലൊന്നും പിന്നോട്ട് പോകുന്നില്ല. അമേരിക്ക സമ്മർദ്ദം കൂട്ടുംതോറും ഹോർമൂസിന് പുറമെ ചെങ്കടൽ അടയ്ക്കാനും ആഗോള സാമ്പത്തിക ഘടന തകരാനുമുള്ള സാധ്യതകളാണ് വർദ്ധിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സൈനിക സമ്മർദ്ദം അല്ലെങ്കിൽ സാമ്പത്തിക സമ്മർദ്ദം ഇറാനെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നതാണ് സൈനിക വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒരേ സ്വരത്തിൽ പറയുന്നത്, വിലയിരുത്തുന്നത്. ഇരുപക്ഷവും കടുത്ത ആക്രമണങ്ങൾ തുടരുമ്പോഴും സമ്പൂർണ്ണ പ്രാദേശിക സംഘർഷം ഒഴിവാക്കാനാണ് ഖത്തറും പാകിസ്ഥാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ രഹസ്യവും ശക്തവുമായ നയതന്ത്ര നീക്കങ്ങൾ ദോഹയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇറാൻ്റെ ചീഫ് നെഗോഷിയേറ്റർ, അതായത് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറായ മുഹമ്മദ് ബാക്കർ കാലിബാഫ് ഇപ്പോഴും ദോഹയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 60 ദിവസത്തെ വെടിനിർത്തൽ ഏതാണ്ട് തകർന്ന നിലയിലാണ് എങ്കിലും ഖത്തർ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് പുതിയ കരട് ഉടമ്പടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതനുസരിച്ച് 60 ദിവസത്തേക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തലാക്കുക, അതിന് പകരമായി ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും തുറന്നു കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. പാകിസ്ഥാൻ, ഖത്തർ, തുർക്കി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സഖ്യം അമേരിക്കയ്ക്ക് മേലും ഇറാന് മേലും ഒരേ സമയം ഒത്തുതീർപ്പിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. തങ്ങളുടെ മേലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാതെ സമാധാന കരാറിൽ ഒപ്പുവെക്കില്ല എന്നാണ് ഇറാൻ്റെ എപ്പോഴത്തെയും നിലപാട്. എന്നാൽ കരാർ വഴി ഇറാന് സാമ്പത്തിക നേട്ടമുണ്ടായാൽ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ വിമർശനത്തിനും നവംബറിൽ വരുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായി മാറുമെന്ന് ഭയന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് യോജിക്കുന്നില്ല. ഇതാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള സ്ഥിതി. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കൂടുക. മറ്റൊരു സിംപ്ലി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.